ഈ തണുപ്പ് കാലത്ത് മഴയൊക്കെ തുടങ്ങുമ്പോഴാണ് അത് വീടുകളിലേക്ക് എത്തുന്നത്. വീടുകളിലേക്കൊക്കെ എത്തുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മേത്തൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊള്ളൊക്കെ ചെയ്യും. ഇതിൻ്റെ ആസിഡുമായിട്ടുള്ളൊരു പവർ ഇതിനുണ്ട്. മറ്റേ ചുവന്ന തേരട്ടയെ പോലെ തന്നെയുള്ളതാണ്. പക്ഷേ ഇതിനെന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മണം ഒരു വൃത്തികെട്ട മണമാണ്. വെള്ളത്തിലൊക്കെ കുടിക്കുന്ന വെള്ളത്തിലൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മണം, ആ വെള്ളം കളയേണ്ടി വരും. നമുക്ക് കഴിക്കാൻ പറ്റില്ല. അത് ഒരു ഛർദ്ദിക്കാൻ വരും. സാധാരണ ഈ ചുവന്ന ചേരട്ട കാണുന്നിടത്ത് തന്നെയാണ് ഇവറ്റുകളും കാണപ്പെടാറുള്ളത്. ഇതിനിപ്പോൾ നമുക്ക് കളയാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേനൽക്കാലമാകുമ്പോൾ തനിയെ പോവും, ചൂട് കാലമാകുമ്പോൾ തനിയെ പോവും, കാണാറില്ല. വർഷക്കാലമാകുമ്പോൾ അങ്ങനെ വീടിൻ്റെ അകത്തേക്ക് കയറി വരാറുണ്ട്. അപ്പോൾ പണ്ട് കാലം തൊട്ട് തന്നെ അമ്മൂമ്മമാരൊക്കെ ചെയ്യാറുള്ളത് മണ്ണെണ്ണ ഒരു തുണിയിൽ മുക്കിയിട്ട് തുടയ്ക്കുക, വെള്ളത്തിൽ ഒഴിച്ചിട്ട് മണ്ണെണ്ണയും കൂടി ഒഴിച്ചിട്ട് തുടയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുതന്നെയാണ് ഇതിനുള്ള മരുന്ന് കേട്ടോ. ഇത് വിഷം എത്രത്തോളമൊന്നും അറിയില്ല. പക്ഷേ ഇതുവരെ ഇത് ഉപദ്രവിച്ചിട്ടാരും ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇത് ഭാഗത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഒറ്റമൂലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണെണ്ണ തന്നെയാണ്. മണ്ണെണ്ണ ഒന്ന് സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ തുണിയിലൊക്കെ ഒന്ന് വെള്ളത്തിൽ ശല്യം പോയി കിട്ടും കേട്ടോ. ഓക്കെ, താങ്ക് യു.